നിങ്ങൾ സ്വീഡനിൽ ജോബ് നോക്കുന്നുണ്ടോ എങ്കിൽ ഇതാണ് കറക്റ്റ് സമയം. സ്വീഡനിൽ ഇപ്പോൾ ഏകദേശം 1,06,500ഓളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വീഡിഷ് ഗവൺമെൻറ് ഫോറിൻ വർക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. സ്വീഡനിലെ എംപ്ലോയർ ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മന്ത്ലി 1,200 യൂറോ അറ്റ്ലീസ്റ്റ് സാലറി കൊടുക്കണം. യൂറോ എന്നുള്ളത് ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. സ്വീഡനിലെ കറൻസി സീക്കാണ്, സ്വീഡിഷ് ക്രോൺ ആണ്. മാത്രമല്ല സ്വീഡനിലെ ഒരു ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ 2,100 യൂറോക്ക് മുകളിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 1,25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വീഡൻ എന്ന രാജ്യത്തെ പറ്റിയിട്ടാണ്. സ്വീഡനിൽ ഇപ്പോൾ കുറച്ച് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ഏകദേശം 1,06,000ഓളം വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ഷെങ്കൻ വിസ ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വീഡനിലെ എംപ്ലോയേഴ്സ് കുറച്ച് ജോലികൾക്ക് ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ജോലികളാണ്, അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രൂഫ് കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇതിപ്പോൾ റീസെൻ്റ്ലി shengenvisa.com റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ് നമ്മൾ മലയാളത്തിൽ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മലയാളം യൂട്യൂബ് ചാനലാണ്. നമ്മളിപ്പോൾ ഏത് കൺട്രിയെ പറ്റി വീഡിയോ ചെയ്താലും എങ്ങനെയൊക്കെ എത്ര ജെനുവിൻ കണ്ടന്റ് ആണെങ്കിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ചില ആൾക്കാർ വെറുതെ നെഗറ്റീവ് കമൻറ്റ്സ് അയക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഐസ്ലാൻഡിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്നത് 5+5 10 ആണെന്നായിരിക്കും. പക്ഷേ ഐസ്ലാൻഡിലുള്ള ചില ആളുകൾ പറയും അല്ല, 5+5 എന്ന് പറയുന്നത് 12 ആണ്, കാര്യം ഞങ്ങൾ ഐസ്ലാൻഡിലുള്ള ആൾക്കാരാണ്. ആ ഒരു രീതിയിലാണ് പല ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ റെഫറൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ വേറെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. 2023 അവസാനത്തോടു കൂടിയാണ് ഏകദേശം 1,06,565ഓളം ജോബ് ഓപ്പണിങ്സ് സ്വീഡനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ജോബ് ഓഫേഴ്സ് വന്നിട്ടുള്ളത് ഹെൽത്ത് കെയർ ഫീൽഡ്, അതുപോലെ എഡ്യൂക്കേഷൻ, IT, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, സ്കിൽ ട്രേഡേഴ്സ്, മാനുഫാക്ചറിങ്, അതുപോലെ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയുള്ള വേക്കൻസീസാണ് ഏറ്റവും കൂടുതൽ വന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ സ്വീഡിഷ് എംപ്ലോയർക്ക് ഒരു റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് സ്വീഡിഷ് എംപ്ലോയർ ഒരു ഫോറിൻ വർക്കറെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി 1,220 യൂറോ എങ്കിലും സാലറി കൊടുക്കണം. സ്വീഡനിലെ കറൻസി സ്വീഡിഷ് ക്രോൺ ആണ്, ഒരിക്കലും യൂറോ അല്ല. അപ്പോൾ നമ്മളിത് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് യൂറോ പറയുന്നത്. 1,220 യൂറോ എന്ന് പറയുമ്പോൾ അറൗണ്ട് 1 ലാക്ക്, ആ ഒരു റേഞ്ചിൽ മാത്രമേ സാലറി വരുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വീഡനിൽ ആക്ച്വലി ഗവൺമെൻറ് ഒരു മിനിമം വേജ് പറയുന്നില്ല. പക്ഷേ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലും UK യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരു മിനിമം വേജ് കൊടുക്കണം എന്ന ഗവൺമെൻറ് റൂൾ ഉണ്ട്. അതായത് ഇപ്പോൾ UK യിലൊക്കെ ആണെങ്കിൽ ഏകദേശം 8.5 പൗണ്ട് ഹവർലി സാലറി കൊടുക്കണം. ഓസ്ട്രേലിയയിലാണെങ്കിൽ ഏകദേശം 23.5 ഓസ്ട്രേലിയൻ ഡോളർ ഹവർലി സാലറി കൊടുക്കണം. ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയവും അതുപോലെ നിങ്ങൾ കാണുന്ന സമയവുമായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാ രാജ്യത്തും ഒരു മിനിമം വേജ് സാലറി കൊടുക്കുക, എല്ലാ രാജ്യവും അല്ല, ചില കൺട്രീസൊക്കെ മിനിമം വേജ് സാലറി കൊടുക്കണം എന്നൊരു ഗവൺമെൻറ് റൂൾ ഉണ്ട്. സ്വീഡിഷ് ഗവൺമെൻറ് അങ്ങനെ ഒരു റൂള് പറയുന്നില്ല. ഗൾഫ് കൺട്രീസ് പോലെയാണ്, എംപ്ലോയർക്ക് ഇഷ്ടമുള്ള സാലറി എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റും, എംപ്ലോയി അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. പക്ഷേ ഒരു ഫോറിൻ വർക്കറെ സ്വീഡിഷ് എംപ്ലോയറെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1,200-220 യൂറോ സാലറി കാണിച്ചിരിക്കണം മന്ത്ലി. അല്ലെങ്കിൽ നമ്മൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിസ റിഫ്യൂസലായി പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പോളണ്ട് വിസയൊക്കെ റിഫ്യൂസലാകുമ്പോൾ അവരെ സാലറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു 4,000 സ്ലോട്ടിക്ക് മുകളിലൊക്കെയാണ് അവരെ ശമ്പളം കാണിക്കുന്നതെങ്കിൽ വിസ റിഫ്യൂസലാവാൻ വലിയ ചാൻസ് ഇല്ല. അതേസമയത്ത് ഏകദേശം ഒരു 2,500-3,000 സ്ലോട്ടിയൊക്കെയാണ് സാലറി കാണിക്കുന്നതെങ്കിൽ പോളണ്ട് വർക്ക് വിസ റിഫ്യൂസലാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്വീഡനിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജോലികൾ, ചാൻസ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഹെൽത്ത് കെയർ ഫീൽഡാണ്. മിഡ്വൈഫ്സ്, അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, സ്പെഷ്യലിസ്റ്റ് നഴ്സസ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം ഡെവലപ്പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ പ്രൈമറി ടീച്ചേഴ്സ് ഉണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്വീഡനിൽ നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റിയ 2 വെബ്സൈറ്റാണ്. ഒന്ന് ഇൻഡീഡും പിന്നെ Blocket.com. Blocket.com എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ്, ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇൻഡീഡ് ആണെങ്കിലും Blocket.com ആണെങ്കിലും ഒക്കെ ക്രോമിൽ നിങ്ങൾ യൂസ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതലും സ്വീഡിഷ് ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ക്രോമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി അത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം അല്ലെങ്കിൽ മലയാളത്തിലോട്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ജോബ് ഓഫേഴ്സ് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയുള്ള ഓഫേഴ്സ് വന്നിട്ടുള്ള എന്ന് വെച്ചാൽ ചാൻസ് ഉള്ള ജോലികൾക്ക് മാത്രം നിങ്ങൾ കൂടുതലും ആപ്ലിക്കേഷൻ കൊടുക്കുക. ചാൻസ് ഉള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടെ വേണം കേട്ടോ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ സ്വീഡിഷ് ലാംഗ്വേജ് വേണം എന്നവർ മസ്റ്റായിട്ട് പറയുന്നില്ല. പിന്നെ സ്വീഡനിൽ ഇംഗ്ലീഷ് അല്ല ലാംഗ്വേജ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പല ആൾക്കാരും എന്ന് വെച്ചാൽ ജനറലായിട്ട് വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട് ഈ രാജ്യത്തോ യൂറോപ്യൻ രാജ്യം ഏത് പറയുകയാണെങ്കിലും എല്ലാവരും പറയും അവിടേക്കൊക്കെ പോകണമെങ്കിൽ IELTS വേണമെന്ന് പറയും. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്ത് മാത്രമാണ് IELTS ചോദിക്കുന്നത്. അതും കൂടുതലും പഠിക്കാൻ പോവുകയാണെങ്കിൽ മാത്രം. കാനഡയിലാണെങ്കിലും UK നമുക്ക് വിത്തൗട്ട് IELTS വർക്ക് വിസ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോഴും. ഇനിയിപ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയ കുറച്ച് ജോബ് ഉണ്ട്. അതിൽ ആ ജോലികളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, മൊബൈൽ ഫാം, അതേപോലെ ബസ് ഡ്രൈവേഴ്സ്, ട്രാം ഡ്രൈവേഴ്സ്, അതേപോലെ പ്ലംബേഴ്സ്, വെൽഡേഴ്സ്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്സ്. സോ ഇതേപോലെയുള്ള കുറച്ച് ഓപ്ഷൻസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജോബ്സ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. കാര്യം സ്വീഡൻ എന്ന രാജ്യത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന ഒരു കൺട്രിയാണ്. യൂറോപ്പിലെ ഏകദേശം 26 സ്വീഡൻ ഒഴികെ 26 കൺട്രീസിലുള്ള ആൾക്കാർക്കും സ്വീഡനിൽ പോയി വിത്തൗട്ട് വർക്ക് വിസയിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും അവരൊന്നും ഈ ജോലികൾക്ക് പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും സ്വീഡിഷ് എംപ്ലോയർ ഒരു ഫോറിൻ വർക്കറെ റിക്രൂട്ട് ചെയ്യുമ്പോൾ 1200 യൂറോ ശമ്പളമായിട്ട് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിക്കുക, ഒരിക്കലും ഒരു സ്വീഡൻ എംപ്ലോയർ ഇന്ത്യയിൽ വന്നിട്ട് വർക്കേഴ്സിനെ ഡയറക്റ്റ് എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. പോളണ്ടിൽ നിന്നൊക്കെ കുറേ കമ്പനീസൊക്കെ വന്ന് ഇന്ത്യയിൽ നിന്ന് വർക്കേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെൽഡേഴ്സ് ഇതേപോലെയൊക്കെയുള്ള കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുന്നത് സ്വീഡനെ ഡയറക്റ്റ് ഇന്ത്യയിൽ വന്നിട്ട് എംപ്ലോയറെ ഹയർ ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും ഏജൻസി ത്രൂ ആയിരിക്കും ഓഫർ വരിക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡയറക്റ്റ് അവർക്ക് CV കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ സ്വീഡിഷ് എംപ്ലോയർ എടുത്തുനിന്ന് ഒരു ഓഫർ ലെറ്ററും അതേപോലെ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഇവിടുന്ന് എംബസിയിലോട്ട് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലി നമ്മളിപ്പോൾ സ്വീഡനിലോട് വർക്ക് വിസ മാക്സിമം നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ ചൂസ് ചെയ്യാൻ പറ്റും. സ്വീഡൻ സ്റ്റഡി വിസ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർക്ക് വിസ പോലെ തന്നെയാണ്. കാര്യം സ്റ്റഡി വിസയിൽ പോകുന്നവർക്കാണെങ്കിലും ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ഒരു എംപ്ലോയി എങ്ങനെയാണോ അവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റഡി വിസയിൽ നിൽക്കുന്ന ആൾക്കും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റഡി വിസയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 14 lakhs അടുത്ത് എക്സ്പെൻസ് വരും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വർക്ക് വിസ ഒരു 10 lakhs കൊടുത്ത് എടുക്കുന്നതിലും നല്ലത് സ്റ്റഡി വിസയിൽ പോകുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് പിന്നെ PR-ലേക്കാണെങ്കിലും കുറേ അധികം ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ജോലി കിട്ടാനാണെങ്കിലും കുറേ അധികം ബെനിഫിറ്റ് ഉണ്ട്. സ്വീഡൻ തന്നെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് നമ്മൾ കറക്റ്റ് മലയാളത്തിൽ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും